ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇവിടെ വലിയ രീതിയിലുള്ള ഭൂകമ്പ സാധ്യത, ഉരുൾപൊട്ടൽ സാധ്യത, മലയിടിച്ചിൽ സാധ്യതയൊക്കെ കൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയോര മേഖലകളൊക്കെ തന്നെ ഈ ഭീഷണി നേരിടുന്നവയാണ്. വരും കാലങ്ങളിലും ഇത് തുടരും എന്നുള്ള ആശങ്കയ്ക്കിടയാക്കത്തക്ക രീതിയിലാണ് ഓരോ ചലനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രദേശവാസികൾ പോലും പലപ്പോഴും നിസ്സഹായരായി പോകുന്ന അവസ്ഥ. കാരണം മുണ്ടക്കൈയിൽ തന്നെ ഉണ്ടായത് ആദ്യം അർദ്ധരാത്രി 2:10 ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പലരും ഒരു ശബ്ദവും വെള്ളവും വരുന്നത് കണ്ട് വീടുകളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, കുറെ കൂടി മുകളിൽ ഉയരത്തിലുള്ള വീടുകളിലേക്ക് അഭയം പ്രാപിച്ചു. പക്ഷേ മണിക്കൂറുകൾക്കകം ഏകദേശം 4 മണിയോടുകൂടി അതിലും ഭീകരമായ വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും എല്ലാവരും മണ്ണിനടിയിലേക്കായി പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ദുരന്ത മുഖത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള പ്രാഥമിക പരിജ്ഞാനമൊന്നും അവർക്ക് ഉണ്ടായിരിക്കണമെന്നില്ല ആ രാത്രിയിൽ. എന്തായാലും ആ നടുക്കുന്ന ദുരന്തം നടന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്നും ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കും അവിടെയുള്ളവർ കഴിയുന്നത്. ഇപ്പോഴും മലയോര മേഖലകളിൽ ഈ ഭീഷണി നിലനിൽക്കുകയാണെങ്കിൽ പ്രദേശവാസികൾ അടക്കം പലപ്പോഴും ഇവർ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെടും. തങ്ങൾക്ക് ജോലി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ഫലമായി തന്നെ ഈ റിസോർട്ടുകൾ അവിടെ വരുന്നതിനെ അനുകൂലിക്കും. അതിനൊക്കെ തന്നെ കൃത്യമായി ഇവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം, ഇവർക്ക് നൽകേണ്ട ബോധവൽക്കരണം, സ്കൂൾ തലത്തിൽ മുതൽ കുട്ടികൾക്ക് നൽകേണ്ടുന്ന ബോധവൽക്കരണം, ഇതിനൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണ്. പലപ്പോഴും ഈ മാധ്യമ ചർച്ചകളിൽ മാത്രം ഇത് ഒതുങ്ങുകയും പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു ദുരന്തം വരുമ്പോൾ വീണ്ടും ഇത് പഠനത്തിന് വിധേയമാക്കണം എന്ന് പറയുന്ന ദുസ്സഹമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യുന്ന കാഴ്ച തന്നെയല്ലേ? തീർച്ചയായും ഒരു വശമാണ് ഈ ബോധവൽക്കരണം നൽകുകയും കുട്ടികളെ പഠിപ്പിക്കുകയും നാട്ടുകാരെ പഠിപ്പിക്കുകയും എല്ലാവരും ചെയ്യുന്നത്. മറുവശത്ത് അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ഭൂവിനിയോഗ നയം ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഭൂവിനിയോഗ നയം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ അത് സമ്പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് നമുക്കൊരു ചട്ടമില്ല, ഒരു നയമില്ല. എവിടെ എന്ത് കെട്ടിടം, ഏത് തരത്തിലുള്ള കെട്ടിട നിർമ്മാണം വയ്ക്കണമെന്നറിയില്ല. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നത് ആദ്യത്തെ സിലബസിലെ ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ വരി, സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞതാണ്, കട്ടിങ് ആൻഡ് ലെവലിംഗ് എന്നാണ്. അപ്പോൾ ഭൂമിയെ കട്ട് ചെയ്യുക, ലാൻഡ് കട്ട് ചെയ്യുക, ലെവൽ ചെയ്യുക, പിന്നെ കെട്ടിടം വയ്ക്കുക. അല്ല, കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ് എങ്ങനെ കേരളം പോലുള്ളൊരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് ഇവിടുത്തെ ലാൻഡിനെയും വെള്ളത്തെയും മണ്ണിനെയും എല്ലാം കൺസർവ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് മാനേജ് ചെയ്തുകൊണ്ടുള്ള ഒരു എങ്ങനെയാണ് നമുക്ക് പുതിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്ന് നമ്മളാരും പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. ലോകം ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഫലമായി, സുസ്ഥിര വികസനത്തിൻ്റെ ഫലമായി ഐക്യരാഷ്ട്രസഭ പറയുന്നത് നഗരങ്ങളിൽ നാച്ചുറൽ തിരിച്ചു കൊണ്ടുവരിക എന്നാണ്, പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരിക എന്നാണ്. കുളങ്ങൾ സംരക്ഷിക്കുക, തോടുകൾ സംരക്ഷിക്കുക, പുതിയ സൂക്ഷ്മ വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഗ്രീൻ റോഡുകൾ ഉണ്ടാക്കുക, ഗ്രീൻ ബിൽഡിംഗ്, അങ്ങനെ നഗരങ്ങളെ ഗ്രാമങ്ങൾ പോലെ ആക്കണമെന്നാണ് ലോകം പറയുന്നത്, ഐക്യരാഷ്ട്രസഭയൊക്കെ പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വികസന കാഴ്ചപ്പാടിൽ അതില്ല, ഭൂവിനിയോഗ നയത്തിൽ അതില്ല. തെങ്ങ് പോലുള്ള കൃഷി വെച്ചിരിക്കുന്നു, മണ്ണിളക്കമുള്ള കപ്പ പോലുള്ള കൃഷികൾ ഈ ഡിഗ്രി ചരിഞ്ഞ് കൂടിയ പ്രദേശത്ത് ചെയ്യുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള അത്തരത്തിലുള്ള നയങ്ങൾ നമുക്കുണ്ടാകുന്നില്ല. കാർഷിക രീതികൾ നമുക്കുണ്ടാകുന്നില്ല, കെട്ടിട നിർമ്മാണ രീതികൾ ഉണ്ടാകുന്നില്ല, കെട്ടിടത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പോലും പ്രശ്നമാണ്, അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇതൊരു സമസ്ത മേഖലകളിലും ഒരു പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. 2008 ജലനയം ഉണ്ടാക്കി വെച്ചു. അതിനകത്ത് തന്നെ അന്ന് ഞാൻ ഇതിൻ്റെ സംസ്ഥാനത്തിൽ അതിൻ്റെ ഡയറക്ടർ പോസ്റ്റിലിരിക്കുന്ന സമയമാണ്, ഞാനായിരുന്നു അതിൻ്റെ സ്റ്റേറ്റ് കൺവീനർ. ആ നയത്തിൽ അവസാന ചാപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് 5 വർഷത്തിലൊരിക്കലും അത് പുതുക്കണമെന്നാണ്. ഒരു നയത്തിന് 5 വർഷമൊക്കെ ആണല്ലോ കാലയളവ് പോളിസിക്ക്. 2008 പുതുക്കണമെന്ന് പറഞ്ഞാൽ 2013 പുതുക്കണം, 2018 പുതുക്കണം, പിന്നെ അടുത്ത് ഈ 2018 2023 3 പ്രാവശ്യം അത് റിവൈസ് ചെയ്യേണ്ട സമയമായി. ഒന്നും നടന്നിട്ടില്ല. 2016 നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലും എഴുതി വെച്ചിട്ടുണ്ട് 5 വർഷത്തിലൊരിക്കൽ അത് റിവൈസ് ചെയ്യണമെന്ന്. അതിനുശേഷം 8 വർഷം കഴിഞ്ഞു, ഇതുവരെയും നമുക്ക് അങ്ങനെ ഒരു പോളിസി റിവൈസ് ചെയ്യാനൊന്നും കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടിസ്ഥാനപരമായി നാം ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ പ്രാദേശികമായ ജനങ്ങളെ ആകെ പഠിപ്പിക്കുകയും ചില കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് പാലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? അതിനെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഫ്ലഡ് ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും വലിയ ഫ്ലഡ് കുറയ്ക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇടനാട് പോലുള്ള പ്രദേശങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ തീരപ്രദേശം എടുത്താൽ നമുക്ക് വെള്ളക്കെട്ടൊക്കെ കുറേ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഭൂഗർഭത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടർ റീചാർജും നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 2004 മുതൽ നമുക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളോടൊപ്പം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കമ്പൾസറിയാണ്. 20 വർഷം കഴിഞ്ഞു. ഇവിടെ എത്ര കെട്ടിടത്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്?
അപ്പോൾ ഇതൊക്കെ നമുക്ക് നിയമങ്ങൾ ഉള്ളത് പാലിക്കുന്നില്ല, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നില്ല. 2 ലക്ഷം രൂപയാണ് വേസ്റ്റ് എടുത്ത് നദിയിലെറിഞ്ഞാൽ 2 ലക്ഷം രൂപയാണ് പിഴ, 3 വർഷത്തെ കഠിന തടവ്. അത് രണ്ടും കൂടിയും ചുമത്താം. ആരാ ഇവിടെ ചെയ്യുന്നത്? എന്നിട്ടാണ് ഇത്രയും ആമഴിഞ്ഞാൻ തോടുകളും ഈ സംവിധാനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിനല്ല നമ്മൾ പറയും. ഞാൻ അക്കാഡമിക്കായിട്ട് സംസാരിക്കുന്നതാണ്. ഏത് ഗവൺമെൻറ് ആയാലും നമ്മുടെ സിസ്റ്റം കുറേ കൂടി സീരിയസ് ആയി മാറി ചിന്തിക്കുകയും സമസ്ത ജനവിഭാഗങ്ങളെയും പഠിപ്പിക്കുകയും പുതിയ പഠനങ്ങൾ ആവശ്യമുണ്ട്. ഗവേഷണ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഗവേഷണ വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെയും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് PhD പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇംഗ്ലീഷിൽ എഴുതുന്നു, 4 കോപ്പി എടുക്കുന്നു, ഗൈഡിന് കൊടുക്കുന്നു, 1 കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും, 1 കോളേജിൽ കൊടുക്കും, 1 ലൈബ്രറി കൊടുക്കും, 1 യൂണിവേഴ്സിറ്റി കൊടുക്കും. അത് അവാർഡ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പഠന റിപ്പോർട്ടുകളെല്ലാം മലയാളത്തിലാക്കി ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്ക്, ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക്, ബന്ധപ്പെട്ട ജനങ്ങൾക്ക് കൈമാറി അവരെ പഠിപ്പിച്ച് ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ബഹളം ഉണ്ടാക്കിയാലും ദുരിതാശ്വാസ ക്യാമ്പൊക്കെ നടത്താം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്താം, റീഹാബിലിറ്റേഷനൊക്കെ ചെയ്യാം. പക്ഷേ റീഹാബിലിറ്റേഷൻ തന്നെ നിങ്ങൾ നോക്കൂ, ഈ റോഡ് പൊളിഞ്ഞു പോയാൽ ഇതേ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തന്നെയാണ് പുതിയ റോഡ് ഉണ്ടാക്കുന്നത്. ഇതേ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെയാണ് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ആ പ്രദേശത്തിന് അനുയോജ്യമായ, ആ സ്ഥലത്തിന് അനുയോജ്യമായ, അവിടെ മലയുണ്ടെങ്കിൽ മലയും കൂടി സംരക്ഷിക്കുന്ന, ഒരു കുളമുണ്ടെങ്കിൽ കുളത്തെ കൂടി സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അപ്രോപ്രിയമായ കുറച്ച് സ്ഥലം കുളത്തിന് വിട്ടുകൊടുക്കുന്ന, കാടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രകൃതിയുമായി കൂടി ചേർന്ന് ഇണങ്ങി വരുന്ന ഒരു വികസന കാഴ്ചപ്പാടും അതിനനുസരിച്ചുള്ള വികസന നിർമ്മാണ മെറ്റീരിയലുകളും ഡിസൈനും എല്ലാം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയ പണിയല്ല, കുറച്ച് പ്രയാസമുള്ള പണിയാണ്. അത് പക്ഷേ ഇപ്പോഴും നമ്മൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പ്രളയമുണ്ടായിട്ടും നമ്മൾ തുടങ്ങിയില്ല, നേരത്തെ ഉരുൾപൊട്ടലിലും തുടങ്ങിയില്ല. 2016 ഏറ്റവും വലിയ വരൾച്ച മുതലാണ് നമ്മൾ ഉലഞ്ഞു തുടങ്ങിയത്. കേരളം ഒരു 10 വർഷം ആകുന്നു, 10 വർഷമായിട്ടില്ല ഈ ഉലഞ്ഞു തുടങ്ങിയതിന് ശേഷം ഓഹി, 16 വരൾച്ച, 17 ഓഹി, 18 വെള്ളപ്പൊക്കം, പ്രളയം, 19 വെള്ളപ്പൊക്കം, പ്രളയമായിട്ടില്ല വെള്ളപ്പൊക്കം, പിന്നെ ഇങ്ങോട്ട് ദുരന്തങ്ങളുടെ പെരുമഴയാണ് കേരളത്തിൽ. ഉരുൾപൊട്ടൽ, പുത്തുമല, കവളപ്പാറ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോഴും കർണാടകത്തിലെ ശിരൂരിൽ നമ്മുടെ അർജുൻ വെള്ളത്തിൻ്റെ അടിയിൽ ഉണ്ടോ? നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വയനാട് വന്നപ്പോൾ അത് പോയില്ലേ? ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇപ്പോഴവിടെ ഉണ്ടല്ലോ അർജുൻ, എവിടെയോ ഉണ്ടല്ലോ. നമുക്ക് ചർച്ച ചെയ്യാൻ പോലും പറ്റുന്നില്ല. മാധ്യമങ്ങൾക്കും മറ്റ് പുതിയ സബ്ജക്റ്റ് കിട്ടി. എല്ലാവർക്കും, ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല, യാഥാർത്ഥ്യം പറയുന്നത്, എല്ലാവർക്കും പുതിയ സബ്ജക്റ്റ് കിട്ടി. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് കിട്ടി, 4 ദിവസം കഴിയുമ്പോൾ ഇത് പോവും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് എന്താണ്? നിങ്ങൾ കുറ്റം പറയരുത് ആരെയും, ഇപ്പോൾ വേണ്ടത് രക്ഷാപ്രവർത്തനമാണ്. ശരി, ഇപ്പം രക്ഷാപ്രവർത്തനമാണ്, ആരെയും കുറ്റം പറയരുത്, അല്ലെങ്കിൽ കുറ്റം പറയലല്ല, കാര്യങ്ങൾ വിശകലനം ചെയ്യരുത് എന്ന് പറയും. ഓക്കെ, വിശകലനം ചെയ്യുമ്പോൾ ചില ആളുകളെ ബ്ലെയിം ചെയ്യേണ്ടി വരും, സിസ്റ്റത്തിനോട് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. നിങ്ങൾ പറയരുത്, നിങ്ങൾ വിരുദ്ധരാകരുത്, സമ്മതിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞാലോ അതിന് സ്പേസുമില്ല. സാർ നേരത്തെ പറഞ്ഞതുപോലെ ലേഖനം എഴുതുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് ഞാൻ ധാരാളം, മിക്കവാറും എല്ലാ പത്രങ്ങളിലും ഞാൻ ലേഖനം എഴുതുന്ന ആളാണ്. എനിക്കറിയാം അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ. ഇത് എഴുതുന്നതിനും അത് പബ്ലിഷ് ചെയ്ത് വരുന്നതിനുമൊക്കെ ഉള്ള വലിയ ബുദ്ധിമുട്ടാണ്. സാറ് പറഞ്ഞതുപോലെ അത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. കാര്യം അവരുടെ കുറ്റമല്ല. എഡിറ്റോറിയൽ പേജിൽ ഹാഫ് പേജ് തരിക എന്ന് പറഞ്ഞാൽ അവരുടെ വളരെ വിലപ്പെട്ട സ്ഥലമാണ് അവർ തരുന്നത്. അവർക്ക് അങ്ങനെ തരാനും കഴിയില്ല പത്രങ്ങൾക്കൊന്നും. പക്ഷേ ഇതെല്ലാം നമുക്ക് ചിന്തിക്കേണ്ട കാലമായി. ധാരാളമായി നമുക്ക് പുതിയ ഒരു കേരളത്തെക്കുറിച്ച്, അതിശാസ്ത്രീയ കേരളത്തെക്കുറിച്ച്, സാങ്കേതിക വിദഗ്ധർ കൂടി കൈകാര്യം ചെയ്യുന്നൊരു കേരളത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അത് സംസ്ഥാനതലം, ജില്ലാതലം, പ്രാദേശിക തലം, പഞ്ചായത്ത് തലം എല്ലാം ആവശ്യമുണ്ട്. അതിനുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഭാഗ്യം. പക്ഷെ അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ചർച്ച. അതെ, തീർച്ചയായും.